സുരേഷ് ആ സൈഡിലാൻ പറ്റാനാടാ സുരേഷ്. കാട് കയറാൻ എന്തായാലും പടയപ്പ കൂട്ടാക്കിയിട്ടില്ല. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ തന്നെ തുടരുകയാണ്. ഇത് പുതുമയുള്ള ദൃശ്യങ്ങളൊന്നുമല്ല, പക്ഷേ കാണുന്ന ആളുകൾക്ക് ഒരു കൗതുകം അത്ര മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ സൈലന്റ് വാലിയിലാണ് കാട്ടാന നടു റോഡിൽ ഇറങ്ങി നിന്നത്. ഒരു അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അതുവഴിയൊരു ജീപ്പ് യാത്രികൻ പകർത്തിയ ദൃശ്യങ്ങളാണ് ഈ കാണുകയും ചെയ്യുന്നത്. വാഹനത്തിന്റെ ഹോൺ മുഴക്കി നോക്കി, ആന മാറുമോന്ന് നോക്കി, പക്ഷെ മാറിയില്ല. പിന്നീട് RRTയെ വിളിച്ചു വരുത്തി ആനയെ മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. പ്രദേശത്ത് ഒരൽപ്പം കൃഷിയൊക്കെ നശിപ്പിച്ചതായി പറയുന്നുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലിയ പ്രശ്നക്കാരനല്ല നിലവിൽ പടയപ്പ. മതപ്പാടിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ശാന്തനായിട്ട് തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കന്നിമലയിലായിരുന്നു. അതിപ്പോൾ സൈലന്റ് വാലിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പുതുമയുള്ളത്. അല്ലെ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ടോൾ പ്ലാസയ്ക്ക് അടുത്തൊക്കെ വന്നായിരുന്നു. അവിടെ നൈസായിട്ട് ഇതുപോലെ വണ്ടി നടന്നായിരുന്നു. അതെ അതെ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇറങ്ങിയിരുന്നു. ടോൾ പ്ലാസയിൽ എത്തിയിരുന്നു. അവിടെ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. പിന്നീട് ഈ ദേവികുളം ടൗണിൽ ഇറങ്ങിയും ഇറച്ചിപ്പാലത്തിന് സമീപത്തും ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെടുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പടയപ്പ അത് അത്ര കാര്യമാക്കുന്നില്ല. റോഡിലൂടെ വാഹനം വരുന്നതോ അല്ലെങ്കിൽ ആളുകൾ നടന്നു പോകുന്നതോ ഒന്നും കാര്യമാക്കുന്നില്ല. റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, അതിനകത്ത് പച്ചക്കറി ഉണ്ടെങ്കിൽ അതൊക്കെ ഭക്ഷിക്കും. മാത്രമല്ല വഴിയോര കടകളിൽ എന്തെങ്കിലും ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഭക്ഷിക്കും. ചെറിയ തോതിൽ കടകളൊക്കെ ഇങ്ങനെ തകർത്ത് അങ്ങ് പോവുകയാണ്. വഴിയോര കടകളാണ് ഈ തകർക്കുന്നതൊക്കെ. വേറെന്തെങ്കിലും വീടുകൾക്ക് ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയോ ഒന്നും സമീപ നാളുകളിൽ പടയപ്പ ചെയ്തിട്ടില്ല. പക്ഷേ ഒരൽപ്പം സൂക്ഷിക്കുക. ആളുകൾക്ക് കൗതുകം കൂടി, വലിയ പ്രശ്നക്കാരനല്ല എന്ന് കരുതി ഈ പടയപ്പയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ അത്ര